ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഞാനൊരു വേറൊരു ബുക്കിൻ്റെ പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു വർക്കാണ്. വേറൊരു ബുക്കിൻ്റെ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ബുക്സ് തന്നെ 2010 ഭാരതീയ ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ പറ്റി 20-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ പറ്റി ഒരു ബുക്ക് എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് 30 സയൻറ്റിസ്റ്റുകൾ അടങ്ങിയ ജഗദീഷ് ചന്ദ്രബോസ് മുതൽ വെങ്കട്ട് രാമകൃഷ്ണൻ വരെയുള്ള 30 ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ അടങ്ങിയ ഒരു ബുക്കാണ് വിഭാവനം ചെയ്തത്. എനിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് സംസാരത്തിൽ ചിലപ്പം തടസ്സം നേരിടും, ക്ഷമിക്കണം. അപ്പോൾ ആ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അതിലൊരു 10-16 പേരെ ഞങ്ങൾ സാധാരണ ഒരു ശരാശരി ഒരു നല്ല ലേഖനത്തിൻ്റെ കനപ്പെട്ട ഒരു ലേഖനത്തിൻ്റെ രൂപത്തിൽ 30 സയൻറ്റിസ്റ്റുകളെ ഒരു സാമാന്യം വിശദീകരിക്കുന്ന ഒരു ബുക്ക്, അതാണ് ഇവരെ ഏൽപ്പിച്ച വർക്ക്. അപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-15 പേരെ ഞാൻ എഴുതി. 10-15 പേരെക്കുറിച്ച് എഴുതി. 16-ാമത്തെ ആൾ ഡോക്ടർ E.K. ജാനകി അമ്മാളായിരുന്നു ഞാൻ എഴുതാൻ വേണ്ടി നിശ്ചയിച്ചത്. അപ്പോൾ ഡോക്ടർ E.K. ജാനകി അമ്മാളിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് വിവരം കിട്ടി, ഡോക്ടർ E.K. ജാനകി അമ്മാളിൻ്റെ സഹോദരൻ്റെ ചെറുമകളും ആണ് ഡോക്ടർ മണിലാലിൻ്റെ വൈഫ് ജോസിന ചേച്ചിയെന്നും ഡോക്ടർ K.S. മണിലാലിന് അവരെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാമെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആദ്യമായിട്ട് മണിലാൽ സാറിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം, ആ ലേഖനം എഴുതിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് വായിച്ച് നോക്കണമെന്ന് പറഞ്ഞു. വായിച്ച് നോക്കി. അപ്പോൾ ഇത് വായിച്ച് നോക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, യഥാർത്ഥത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 30 പേരിൽ ഇദ്ദേഹം ഉൾപ്പെടേണ്ടതല്ലേ എന്നൊരു തോന്നൽ. കാരണം ഹോർത്തൂസ് പോലെ ഒരു വർക്ക് പതിറ്റാണ്ടുകളോളം സ്വന്തം ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കുകയും ഹോർത്തൂസിനെ പോലെ ഒരു പുസ്തകത്തെ പുനർജനിപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ്റെ ചരിത്രവും കൂടെ ഈ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളുടെ കൂടെ വരേണ്ടതല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ അങ്ങനെ എന്ത് വെച്ചാൽ അദ്ദേഹത്തോട് ഈ കാര്യം ചോദിച്ചപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു, അതിന് മാത്രമൊന്നുമില്ല ജോസഫേ, ഞാനിതിൻ്റെ ആമുഖത്തിൽ ആ കാര്യമൊക്കെ പറയുന്നുണ്ട്, അതിന് മാത്രമുള്ള കാര്യമൊന്നുമില്ല ജോസഫേ, അങ്ങനെ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഈ ജാനകി അമ്മാളിനെ പറ്റി അന്വേഷിച്ച് സാറിൻ്റെ അടുത്ത് വന്നതുപോലെ ഭാവിയിൽ ആരെങ്കിലും സാറിനെക്കുറിച്ച് അന്വേഷിച്ച് എവിടെയെങ്കിലും ചെല്ലുമ്പം ഇതൊരു ആർക്കൈവായിട്ട് കടന്നുകൂടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് കുറച്ച് നേരം ആലോചിച്ചു. അപ്പോൾ അന്ന് സാറിന് ഈ പറയുന്നത് പോലെ നല്ല ആരോഗ്യമില്ല. അദ്ദേഹത്തിന് 2005 സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നതാണ്, വലതുവശം തളർന്നതാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കറിയാം കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് അപ്പം തന്നെ അദ്ദേഹത്തിന് ഓർമ്മ ഒക്കെ മാഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ ആ സമയത്ത് ആരെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കൊരു ഉള്ളിലൊരു തോന്നലുണ്ടായി. അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വളരെ കാര്യമായിട്ട് പറഞ്ഞു, അതിന് മാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വാദഗതി ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് നേരം ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ഞാൻ ഭാഗ്യത്തിന് കോഴിക്കോട് ഞാൻ താമസിക്കുന്ന ബിലാത്തിക്കുളത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അദ്ദേഹം താമസിച്ചിരുന്ന ജവഹർ നഗറിലേക്ക്. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് എന്തോ ഭാഗ്യവശാൽ ആ സമയത്ത് എനിക്ക് മാതൃഭൂമിയിൽ ഡ്യൂട്ടി വൈകുന്നേരം 6 മണിക്കായിരുന്നു, പകൽ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ സാറ് സാധാരണഗതിയിൽ സുഖമില്ലാത്തതുകൊണ്ട് രാവിലെ ഒന്ന് എണീറ്റ് ഒന്ന് ഫ്രഷായി കുളിച്ച് റെഡിയായി മറ്റുള്ളവരെ സ്വീകരിക്കാൻ പാകത്തിലാകാൻ ഒരു 11 മണിയാവും. അപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ 11 മണിയാകുമ്പം സാറിനെ തേടി അവിടെ എത്താൻ തുടങ്ങി. ഒരു 1:30-2 മണി വരെ സാറുമായിട്ട് സംസാരിക്കുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്തെടുക്കും. വീട്ടിൽ വന്നിരുന്ന് അത് മുഴുവൻ ട്രാൻസ്ക്രൈബ് ചെയ്യും. വീണ്ടും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം എന്നാണെന്ന് വെച്ചാൽ പോകും. ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ സാറിൻ്റെ ഡോക്ടർ K.S. മണിലാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെയും അദ്ദേഹം ഈ ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന് പറയുന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥത്തിന് 2ാം ജന്മം നൽകിയ കഥ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിവുഡ് ത്രില്ലറിൻ്റെ പ്രമേയ വിഷയമാക്കാവുന്ന സാധനമാണ്. 3 ഭൂഖണ്ഡങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ ചരിതമാണ്. 3 നൂറ്റാണ്ടുകൾക്കപ്പുറം ഇപ്പുറവും നടന്ന അറിവിന് വേണ്ടി നടന്ന ഒരു മനുഷ്യ പ്രയത്നത്തിൻ്റെ നേർചരിത്രം. അപ്പോൾ അതിനെ വെറും ഒരു ലേഖനമായിട്ട് രേഖപ്പെടുത്തിയാൽ പോരാ എന്നുള്ള എൻ്റെ ഒരു തോന്നൽ മണിലാൽ സാറ് പോലും അറിയാതെ ഞാൻ ഈ ഇൻ്റർവ്യൂ നീട്ടിക്കൊണ്ടുപോയി. എന്നോട് ഏൽപ്പിച്ച മാതൃഭൂമി ബുക്സിൻ്റെ സാരഥികളോടും പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ബുക്കിൻ്റെ ഇടയിൽ വേറൊരു ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 വർഷം എടുത്തു ഞാൻ ആ ബുക്ക് ചെയ്യാൻ. ഈ ബുക്കിൻ്റെ മനുസ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ പബ്ലിഷേഴ്സിനോട് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബുക്ക് ചെയ്തു എന്നുള്ള കാര്യം. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, കഥയല്ല ഈ ചരിത്രം കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ
ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, മണിലാൽ സാറിന് വായിച്ചു നോക്കാൻ പാകത്തിലിരിക്കുന്ന സമയത്ത് ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബുക്സിൻ്റെ മാനേജർ നൗഷാദ് തന്നെയായിരുന്നു അന്ന്. അദ്ദേഹം ഇത് കേട്ടിട്ട് അദ്ദേഹം അത്ഭുതത്തോടു കൂടി എന്നോട് പറഞ്ഞു, ഇത് സമയത്ത് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ഏത് ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടാണ് കാര്യം എന്ന് പറഞ്ഞു. ഒറ്റ മാസം കൊണ്ട് ഈ ബുക്കിൻ്റെ ആദ്യ പതിപ്പ് മാതൃഭൂമി ഇറക്കി. ഈ ബുക്ക് വായിച്ച മുഴുവൻ പേരും, അധികം പേരൊന്നും വായിച്ചിട്ടൊന്നുമില്ല. 1000 കോപ്പിയാണ് ഒരു എഡിഷനിൽ ഇറക്കുക. 2 എഡിഷൻ എന്ന് പറഞ്ഞാൽ 2000 കോപ്പിയാണ്. അപ്പോൾ അതിൽ തന്നെ വാങ്ങിച്ച എല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വായിച്ച എത്ര പേരെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം വായിച്ച മുഴുവൻ പേര് 2 കത്ത് വെച്ച് എനിക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു കത്ത് എനിക്കും, ഒരു കത്ത് മണിലാൽ സാറിനും. എൻ്റെ റോള് പിന്നെ ഈ ബുക്ക് വായിച്ചിട്ട് ആളുകൾ എഴുതി അയക്കുന്ന കത്ത്, നിങ്ങളുടെ പുസ്തകം കൊള്ളാൻ നന്നായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള കത്തിനൊപ്പമുള്ള മണിലാൽ സാറിൻ്റെ കത്ത് കൊണ്ടൊന്ന് മണിലാൽ സാറിനെ ഏൽപ്പിക്കില്ലായിരുന്നു എൻ്റെ കുറേ നാളത്തെ പണി. അപ്പം ഞാൻ ഈ കഥ പറയാം. നമുക്ക് അരമണിക്കൂറാണ് സമയമുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഈ ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഇടയിലും നിങ്ങളെ അധികം ബോറടിപ്പിക്കാതെ ഞാൻ ചുരുക്കി പറയാം. ഈ ഹോർത്തൂസ് മലബാറിക്കൂസിനെ പറ്റിയും ഡോക്ടർ KS മണിലാലിനെ പറ്റിയും പറയുമ്പം നമ്മൾ ആദ്യം എത്തുക 17-ാം നൂറ്റാണ്ടിൽ നെതർലാൻഡ്സിൽ ജനിച്ച ഒരു യുവ സൈനികൻ്റെ കഥയിലേക്കാണ്. ആ സൈനികൻ്റെ പേര് ഹെൻറിക് ആഡ്രിയാൻ വാൻ ഡ്രീഡ് എന്നാണ്. 19-ാമത്തെ വയസ്സിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സൈനികനായി ചേർന്ന യുവാവാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ മൾട്ടിനാഷണൽ കമ്പനിയാണ്. സ്വന്തമായിട്ട് നാണയവും അടിക്കാനും, സ്വന്തമായിട്ട് പട്ടാളത്തെ നിയമിക്കാനും, സ്വന്തമായി രാഷ്ട്രങ്ങൾ തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കാനും അധികാരമുണ്ടായ ലോകത്തെ ആദ്യത്തെ മൾട്ടിനാഷണൽ കമ്പനിയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സൈനികനായി ചേർന്ന വാൻ ഡ്രീഡ്, അദ്ദേഹം ചേർന്ന ആ ബറ്റാലിയൻ്റെ മേധാവി വാൻ ഗോൺസ് എന്ന് പറയുന്ന മറ്റൊരു സൈനികനായിരുന്നു, സീനിയറായിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് തന്നെ അധികം വൈകാതെ ഈ യുവ സൈനികൻ ഇദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റുകയും വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും 1663 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം കൊച്ചി കോട്ട പിടിച്ചെടുക്കുന്ന ആ പോരാട്ടത്തിന് വാൻ ഡ്രീഡ് പ്രധാനപ്പെട്ട റോള് വഹിക്കുകയും ചെയ്തതിൻ്റെ പിന്നാലെ 1670-കളിലാണ് വാൻ ഡ്രീഡിനെ കൊച്ചി ഗവർണറായിട്ട് നിയമിക്കുന്നത്. അങ്ങനെ വാൻ ഡ്രീഡിനെ കൊച്ചിയിലെ ഡച്ച് ഗവർണറായിട്ട് നിയമിക്കപ്പെട്ട വാൻ ഡ്രീഡിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ കഥ തുടങ്ങുന്നത്. അന്നത്തെ കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വൈദേശിക ശക്തിയാണ്, ഏഷ്യൻ രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ചുള്ള വൈദേശിക ശക്തിയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 100 കണക്കിന് സൈനികരും, പല കേന്ദ്രങ്ങളിലായിട്ട് 100 കണക്കിന് സൈനികരും മറ്റ് സംവിധാനങ്ങളും കച്ചവടവും എല്ലാം ഉള്ള ഒരു കമ്പനി. അപ്പോൾ ഈ സൈന്യത്തിൻ്റെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ മറ്റുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അറബി ഔഷധങ്ങളെന്നറിയപ്പെടുന്ന പച്ചില മരുന്നുകളാണുള്ളത്. ഇത് ആംസ്റ്റർഡാമിൽ നിന്ന് കൊണ്ടുവരണം. 8 മാസം കപ്പലിൽ കൊണ്ടുവന്നാലേ ആംസ്റ്റർഡാമിൽ നിന്ന് ഈ സാധനം ഇവിടെ എത്തുള്ളൂ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ പച്ചില മുഴുവൻ നശിച്ചു പോയിട്ടുണ്ടാവും, യഥാർത്ഥത്തിൽ പഴകി തുരുമ്പെടുത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാൻ ഡ്രീഡ് നോക്കുമ്പോഴുണ്ടല്ലോ അവിടെ നിന്ന് ഈ കൊണ്ടുവരുന്ന പച്ചില മരുന്നുകളെല്ലാം ഇവിടെ വളരുന്നതാണ്. വാൻ ഡ്രീഡ് ഇവിടെ കൊച്ചിയിലെ ഗവർണറായിട്ട് ഇവിടുത്തെ കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തുക പിടിച്ചെടുക്കാനുള്ള ചുമതലയാണ് കമ്പനി ഇയാളെ ഏൽപ്പിച്ചേക്കുന്നത്. പുള്ളിക്ക് ഇവിടുത്തെ ഈ ഹരിതാപയിൽ ഭയങ്കര താല്പര്യമുണ്ടായി, സസ്യസമ്പത്തിൽ. അപ്പോൾ സസ്യസമ്പത്തിനെ പുള്ളി നോക്കുമ്പോൾ പുള്ളിയുടെ ഒരു സാധാരണ ഒരു സൈനികൻ്റെ കണ്ണിൽ കൂടെ തന്നെ നോക്കുമ്പോൾ മനസ്സിലായി ഈ സംഗതി മുഴുവൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ്, അറബികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് അവിടെ വൻ കാശിന് വിറ്റിട്ട് അത് തിരിച്ചു മരുന്നായിട്ട് ഇവിടെ എത്തുന്നതെന്ന്. അതെന്ത് അർത്ഥശൂന്യമായ ഇടപാടാണ്. നമുക്ക് ഇവിടെ സസ്യങ്ങളെ പറ്റി അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അത് എടുത്ത് മരുന്നായിട്ട് ഉപയോഗിച്ചുകൂടെ? അങ്ങനെ ഒരു ചിന്തയുണ്ടായി. അതോടൊപ്പം തന്നെ വേറൊരു പൊളിറ്റിക്സും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കകത്ത് അരങ്ങേറിയിരുന്നു. സിലോൺ എന്ന് പറയും നമ്മുടെ ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. സിലോണാണ് പൂർവേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമെന്നും സസ്യസമ്പത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രദേശമെന്നും വാൻ ഡ്രീഡിൻ്റെ മേധാവിയായ വാൻ ഗോൺസ് വാദിച്ചപ്പോൾ വാൻ ഡ്രീഡ് പറഞ്ഞു അതിനേക്കാൾ വലിയ സസ്യസമ്പത്തുള്ള പ്രദേശം കൊച്ചിയാണ്, മലബാറാണ്. മലബാർ എന്ന് പറയുന്നത് അന്ന് പാശ്ചാത്യർ മലബാർ എന്ന് പറയുന്ന പ്രദേശം നമ്മൾ വടക്ക് ഗോവ മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന പ്രദേശമാണ്. അല്ലാതെ
നമ്മളിപ്പോൾ മലബാർ എന്ന് പറയുന്ന ഈ വടക്കൻ മലബാർ അങ്ങനെ പറയുന്ന പ്രദേശമല്ല. മറ്റേത് കേരളം എന്നുള്ള വാക്ക് പ്രയോഗത്തിലില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ ഈ പ്രദേശത്തെ മൊത്തം ജിയോഗ്രഫിക്കലായിട്ട് മലബാർ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വാൻഡീഡ് ബാധിച്ചു. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയാണ്, ഇപ്പോൾ ഈ കൊച്ചിയല്ല, മലബാറാണ് പ്രധാനപ്പെട്ട ഒരു സസ്യ സമ്പത്തിൻ്റെ കേന്ദ്രം എന്ന് ബാധിച്ചു. അങ്ങനെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അകത്തുണ്ടായ ഈ പൊളിറ്റിക്കൽ സ്പർദ്ധയുടെ അനന്തരഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. 1674 ഇതിൻ്റെ വാൻഡീഡ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ആദ്യം ഒരു വർഷത്തിൽ കൂടുതൽ അദ്ദേഹം സെൻറ്റ് ജോസഫ്സ് എന്ന് പറയുന്ന ഒരു വൈദികൻ്റെ സഹായത്തോടു കൂടി ഈ ഹോർത്തൂസ് സൃഷ്ടിക്കാനുള്ള ശ്രമം തുടങ്ങി. അത് കഴിഞ്ഞൊരു സസ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി നോക്കിയപ്പം അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചേർത്തലക്കാരനായ ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ നാട്ടുവൈദ്യൻ്റെ സഹായത്തോടു കൂടി ഹോർത്തൂസിനെ നിർമ്മാണം തുടങ്ങി. അങ്ങനെ ഈ ഹോർത്തൂസ് നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു പൊളിറ്റിക്കൽ സംഗതിയുടെ ഭാഗം കൂടെ ആയതുകൊണ്ട് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അകത്തുള്ള ഇദ്ദേഹത്തിനെതിരെയുള്ള സ്പർദ്ധ വർദ്ധിക്കുകയും പുള്ളിക്ക് കൊച്ചി ഗവർണർ സ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. രാജിവെച്ചിട്ട് അതുവരെ പൂർത്തിയാക്കിയല്ല ഹോർത്തൂസിൻ്റെ രേഖകളുമായിട്ട് ഇവിടെ നിന്ന് പുള്ളി ബട്ടോവിയയിലേക്ക് യാത്രയായി. അതായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർവേഷ്യൻ തലസ്ഥാനം. ബട്ടോവിയയിൽ 8 മാസം വർക്ക് ചെയ്തതിന് ശേഷം ഇദ്ദേഹം കൊണ്ടുപോയ ഹോർത്തൂസിൻ്റെ ഒരു ഓളിയത്തിൻ്റെ തനിപ്പകർപ്പ് അവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട്, കാരണം ശത്രുക്കൾ തൻ്റെ കപ്പൽ താഴ്ത്തിയാലും ഹോർത്തൂസ് നഷ്ടപ്പെടരുത് എന്നുള്ള ആ ഒരു ഇത് ഏൽപ്പിച്ച ശേഷം ഇദ്ദേഹം തിരിച്ച് നെതർലാൻഡ്സിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അപ്പോഴത്തേക്കും പുള്ളി ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് രാജിവെച്ചു. എന്നിട്ട് മുഴുവൻ സമയവും ഹോർത്തൂസിൻ്റെ നിർമ്മിതിക്കായിട്ട് ചിലവഴിച്ചു. 1678 ആണ് ഹോർത്തൂസിൻ്റെ ആദ്യത്തെ വാല്യവും രണ്ടാമത്തെ വാല്യവും പ്രസിദ്ധീകരിക്കുന്നത്. 1693 11ാമത്തെ വാല്യവും 12ാമത്തെ വാല്യവും പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 8 വാല്യം പ്രസിദ്ധീകരിച്ചു. അങ്ങനെ മൊത്തം 12 വാല്യങ്ങളിലുള്ള ഒരു ലാറ്റിൻ ഇതിഹാസ ഗ്രന്ഥമാണ് ഹോർത്തൂസ്. ആലോചിച്ച് നോക്കണം, നമ്മുടെ ഭൂമിയിൽ വളരുന്ന നമ്മുടെ സസ്യസമ്പത്തിൻ്റെ രേഖപ്പെടുത്തൽ, ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട രേഖപ്പെടുത്തൽ നടന്നത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 12 വോളിയം എന്ന് പറഞ്ഞാൽ ഫോളിയോ വലുപ്പത്തിലുള്ള, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഫോളിയോ വലുപ്പത്തിലുള്ള പുസ്തകമാണ്. ലാറ്റിൻ എന്ന് പറയുന്ന അന്ന് സയൻസിൻ്റെ സാർവത്രിക ഭാഷയായതുകൊണ്ട് അതിൽ തന്നെ വേണമെന്ന് വാൻഡീഡിന് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോർത്തൂസിൻ്റെ ഈ ഫോളിയോ വലുപ്പത്തിലുള്ള ഇതിനകത്ത് ഡബിൾ ഫോളിയോ വലുപ്പത്തിലുള്ള 700ഓളം ചിത്രങ്ങളും 679 അധ്യായങ്ങളുമായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു സസ്യസമ്പത്തിൻ്റെ വലിയ രേഖപ്പെടുത്തലാണ്. അതിനകത്ത് ഇവിടുത്തെ കാണുന്ന ഓരോ സസ്യങ്ങളുടെ ഔഷധ ഗുണം, അവിടെ എക്കണോമിക്സ് വാല്യൂ, അതിൻ്റെ പൂവും കായും എങ്ങനെ ഇരിക്കുന്നു. കാരണം വെച്ചാൽ ഇത് ആധുനിക ബോട്ടണി ഉണ്ടാവുന്നത് കാൾ ലിനേയസ് എന്ന് പറയുന്ന 18ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ്റെ വരവോടുകൂടിയാണ്. ഹോർത്തൂസ് എന്ന് പറഞ്ഞാൽ അതിനും 1 നൂറ്റാണ്ട് മുമ്പുണ്ടായ സസ്യശാസ്ത്രഗ്രന്ഥമാണ്. അതുകൊണ്ട് പുതിയ സയൻറ്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സാധനമല്ല ഹോർത്തൂസ്, പഴയ ബൊട്ടാണിക്കൽ ഗ്രന്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഈ ഹോർത്തൂസിൽ പരാമർശിച്ചുള്ള സസ്യങ്ങളുടെ ഇന്നത്തെ ശാസ്ത്രീയ നാമമൊന്നും ഉണ്ടാവില്ല. ഏതായാലും ശരി, ഈ ലാറ്റിൻ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ലാറ്റിൻ അറിയാവുന്ന ഒരുപാട് പണ്ഡിതന്മാർ അന്ന് യൂറോപ്പിലൊക്കെ ഉണ്ട്. ഏതാണ്ട് 150ഓളം യൂറോപ്യൻ പണ്ഡിതന്മാർ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അറിഞ്ഞിതിനെ ഒന്ന് സാധാരണക്കാർക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആർക്കും അതിൽ പൂർണ്ണമായി വിജയിക്കാനെത്തില്ല. അതിൽ പൂർണ്ണമായി സാധിച്ച ആളുടെ പേരാണ് ഡോക്ടർ KS മണിലാൽ. അദ്ദേഹം കൊച്ചിക്കാരനാണ്. 1958 മുതൽ 2008 കേരള യൂണിവേഴ്സിറ്റി ഹോർത്തൂസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്ന വരെയുള്ള 50 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം വേറെ ഒന്നിനും വേണ്ടി ശ്രമിച്ചില്ല. ഈ ഒരു പുസ്തകത്തെ മനസ്സിലാക്കാനും ഈ പുസ്തകത്തെ ഇംഗ്ലീഷിലും മലയാളത്തിലും സാധാരണക്കാർക്ക് വായിക്കാൻ പാകത്തിലെത്തിക്കാനും വേണ്ടിയാണ് ശ്രമിച്ചത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പലരും പറയാറുണ്ട് ഹോർത്തൂസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ഡോക്ടർ KS മണിലാൽ എന്ന്. ശരിക്കും പറഞ്ഞാൽ അതൊരു വസ്തുതാപരമായ തെറ്റാണ്. കാരണം വെച്ചാൽ ഈ 12 വോളിയമുള്ള ഒരു ലാറ്റിൻ ഗ്രന്ഥം ലാറ്റിൻ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഒരു 2 വർഷമോ 3 വർഷമോ മെനക്കെട്ട ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ ഗ്രന്ഥങ്ങൾ ഇതിലും കൂടുതൽ വേഗത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് മണിലാൽ ചെയ്തതെന്ന് ചോദിച്ചാൽ,
ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്ന 670 സസ്യങ്ങളിൽ ഒന്നൊഴികെ ബാക്കി മുഴുവൻ സസ്യത്തെയും ഏതാണ്ട് 27 വർഷം എടുത്ത് തേടിപ്പിടിക്കുകയും അതിനെ മുഴുവൻ ആധുനിക സസ്യശാസ്ത്രപ്രകാരം പുനർവ്യാഖ്യാനം ചെയ്യുകയും ആ പുനർവ്യാഖ്യാനം ചെയ്ത വിവരങ്ങളെല്ലാം ഹോർത്തൂസിലെ മൂലകൃതിയോട്ട് ആഡ് ചെയ്യുകയും ചെയ്തിട്ടാണ് മണിലാൽ ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് മലയാളം പതിപ്പും പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിനകത്ത് സസ്യങ്ങളെ കണ്ടുപിടിക്കാനും വ്യാഖ്യാനിക്കാനും അതിൻ്റെ വ്യാഖ്യാനം നടത്തിയത് പ്രസിദ്ധമായ അമേരിക്കയിലെ സ്മിത്സോണിയൻ മ്യൂസിയത്തിലെ ബൊട്ടാണിക്കൽ വിഭാഗത്തിൽ വെച്ചാണ് അതിൻ്റെ ഹോർത്തൂസിലെ സസ്യങ്ങളുടെ ആധുനിക ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കാര്യം ഹോർത്തൂസുമായിട്ട് പ്രചരിക്കാറുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മണിലാൽ സാറ് ലാറ്റിൻ പഠിച്ചു എന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി. യഥാർത്ഥത്തിൽ അദ്ദേഹം ലാറ്റിൻ പഠിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ലാറ്റിൻ പഠിച്ചില്ല. ലാറ്റിൻ അറിയാവുന്ന ചില വൈദികരുടെ സഹായത്തോടുകൂടി ഒരു വർക്കിംഗ് നോളജ് ലാറ്റിനിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സസ്യശാസ്ത്ര ഭാഗങ്ങൾ ഈ വൈദികരുടെ സഹായത്തോടുകൂടി തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എന്നാൽ അതേസമയം ഇതിൻ്റെ ആമുഖം പോലെയുള്ള വലിയ ഭാഗം മുഴുവൻ ലാറ്റിൻ അറിയാവുന്ന ലാറ്റിൻ പണ്ഡിതരായ ആളുകളെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം ആ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രക്രിയയ്ക്ക് പുള്ളിക്ക് 18 വർഷം വേണ്ടി വന്നു എന്നാണ്. അപ്പോൾ എല്ലാം കൂടെ 1958 ഇവർ സാഗർ യൂണിവേഴ്സിറ്റിയിലാണ് ഡോക്ടർ KS മണിലാൽ സസ്യശാസ്ത്രം പഠിച്ചത്. അവിടെ നിന്നാണ് PhD എടുത്തത്. അവിടെ MSc പഠിക്കുന്ന സമയത്ത് ഇവരുടെ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഭാഗത്ത് ഒരു സ്റ്റഡി ടൂറിന് പോയി 1958. അപ്പോൾ അവിടെ എത്തുമ്പം ലൈബ്രറി തപ്പി നടക്കുമ്പം കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ലൈബ്രറിക്കകത്ത് നിന്ന് കണ്ടിട്ടുള്ള ഹോർത്തൂസിൻ്റെ ചില ക്ലിപ്പിങ്ങുകളൊക്കെ ഉണ്ട്. മലയാളം ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥമാണ് എന്നൊക്കെ വായിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ അത് വെച്ച് ഹോർത്തൂസിൻ്റെ ഈ 12 വോളിയം ഡെറാഡൂണിൽ ലൈബ്രറി കണ്ടപ്പം പുള്ളിക്കാരൻ പ്രൊഫസറുടെ അനുവാദം വാങ്ങിച്ചിട്ട് 3 ദിവസം കുത്തിയിരുന്ന് ഇതിനകത്തെ മുഴുവൻ നാമങ്ങളും കുറിച്ചെടുത്തു ഒരു നോട്ട്ബുക്കിൽ. ആ നോട്ട്ബുക്ക് ഞാൻ കണ്ടതാണ്, എന്നെ കാണിച്ചാണ്. ഈ ബുക്കിനകത്ത് അതിൻ്റെ ഒരു പേജ് കൊടുത്തിട്ടുമുണ്ട്. അത് വെച്ചാൽ 58 അദ്ദേഹം ആ ലിസ്റ്റ് കുറിച്ചെടുത്തുകൊണ്ടാണ് ഹോർത്തൂസിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അത് പൂർത്തിയാക്കുന്നത് 2008 മലയാളത്തിൻ്റെ എഡിഷൻ വരുന്ന സമയം 50 വർഷം. ഈ 50 വർഷം ഒരു പുസ്തകം ഓൾറെഡി പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് തോന്നാം. പക്ഷേ അതിൽ അത്ഭുതമൊന്നുമില്ല. ചില മനുഷ്യന്മാരങ്ങനെയാണ്. നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്ത് ചില പാഷൻ, ചില ഡെഡിക്കേഷനൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത വർക്കിനെ മാനിച്ച് ഡച്ച് ഗവൺമെൻറ് അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. 2012 മെയ് 1 കോഴിക്കോട് താജ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡച്ച് രാജ്ഞിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി മണിലാൽ സാറിന് കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഏഷ്യയിൽ ആ ബഹുമതി കിട്ടിയ ഏക വ്യക്തി മണിലാൽ സാറാണ്. 2020 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഈ കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മഹാപണ്ഡിതനോടുള്ള ഒരു ആദരാഞ്ജലി പ്രധാനമന്ത്രി X വഴി പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പത്നിക്ക് വളരെ കാര്യമായ ഒരു അനുശോചന കത്ത് അയക്കുകയും ചെയ്തു. നമ്മുടെ കേരള ഭരണാധികാരികൾ വളരെ തിരക്കിൻ്റെ ഇടയിൽ സ്ഥലം തഹസീൽദാരെ പറഞ്ഞു വിട്ടിട്ട് ഒരു റീത്ത് സമർപ്പിക്കാനുള്ള ദയവ് കാണിച്ചു. ഇതാണ് എനിക്ക് ഈ പുസ്തകത്തിൻ്റെ കഥ. ഈ പുസ്തകത്തിൻ്റെ കഥ ഞാൻ ഈ പറഞ്ഞൊന്നുമല്ല. വായിക്കാൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടുമെങ്കിൽ ഞാൻ വാങ്ങിക്കണമെന്നൊന്നും പറയില്ല. ഞാനിത് ആരും വാങ്ങിച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ ഒരു കൃതിയല്ല. ഞാൻ എൻ്റെ ഒരു പത്രപ്രവർത്തകനെന്ന് അല്ലെങ്കിൽ ഒരു അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു കടമ എന്നുള്ള രീതിയിൽ ചെയ്ത സംഗതിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നു. എനിക്ക് അത് ഓർക്കുമ്പോൾ ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് നന്ദി, നമസ്കാരം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് ഈ 50 വർഷത്തെ പ്രയത്നം എന്ന് പറഞ്ഞല്ലോ, അത് വാസ് ഈ റിവാർഡഡ്? ഒരു റിവാർഡ് സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പുസ്തകം കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കാൻ കാര്യമായൊരു ശ്രമം നടന്നു. അതൊരു റിവാർഡായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഹോർത്തൂസ് പൽമാരിക്കസിൽ കേൾ ലിനേഴ്സിൻ്റെ ടാക്സോണമി
വരുന്നതിന് മുമ്പല്ല. മുക്കാൽ നൂറ്റാണ്ട് മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അത് ഹോർത്തൂസ് ഇതിന് ആധുനിക ബോട്ടണിയുടെ പിതാവെന്നറിയപ്പെടുന്നതാണ് കാൾ ലിനേഴ്സ്. അദ്ദേഹമാണ് ഈ ദ്വിമാന വർഗീകരണ സമ്പ്രദായം സയൻസിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ മനുഷ്യനെ 2 ലാറ്റിൻ പദങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. അതാണ് ദ്വിമാന സമ്പ്രദായം എന്ന് പറയുന്നത്. ബൈനോമിയോ കൾച്ചർ. അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്ത് ഈ കാൾ ലിനേഴ്സ് വളരെ മൂല്യത്തോടു കൂടിയാണ് ഹോർത്തൂസ് മെറ്റഫോറിക്കസിനെ കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ടാക്സ പ്ലാന്റാറ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഡസൻ കണക്കിന് മലയാള വാക്കുകളുണ്ട്. ഇലഞ്ഞി, അതുപോലെ തന്നെ പപ്പായ, അങ്ങനെ ഡസൻ കണക്കിന് മലയാള സസ്യങ്ങളുടെ വാക്കുകൾ ലാറ്റിനൈസ് ചെയ്തത്തെയും ചേർത്തിട്ടുള്ള മുഴുവൻ അദ്ദേഹം ഹോർത്തൂസിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആധുനിക ബോട്ടണിയിൽ ശരിക്കും മലയാള നാമങ്ങൾ ഒരുപാട് കടന്നുകൂട്ടിയതിൻ്റെ ഒരു കാരണം ഹോർത്തൂസാണെന്ന് പറയാം. ഓക്കെ സാറേ, മാതൃഭൂമിയുടെ കോളമിസ്റ്റ് അല്ലേ? ആരെ? സാറേ, ഞാൻ മാതൃഭൂമിയിലെ ജേർണലിസ്റ്റാണ്. കോളം എഴുതുന്നുണ്ട്. ആഴ്ചപ്പതിപ്പിൽ ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറയുന്ന കോളം എഴുതുന്നത് ഞാനാണ്. ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച ഏത് ഭാഷയിലാണെന്ന് പറഞ്ഞത്? ലാറ്റിൻ ഭാഷയിൽ. അതിൻ്റെ കാരണം എന്താ? മറ്റേ ഡച്ചുകാരൻ അന്ന് ഒരു കാരണവശാലും ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കില്ല. അവർ തമ്മിലുള്ള അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ന്യൂട്ടൻ്റെ പ്രിൻസിപ്പിയ എഴുതിയിട്ടുള്ളത് ലാറ്റിൻ ഭാഷയിലാണ്. അതുപോലെ അന്നത്തെ സയൻസിൻ്റെ സാർവത്രിക ഭാഷ എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാറ്റിനാണ്. സയൻസ് ആണെങ്കിൽ അത് ലാറ്റിനിൽ എഴുതിയിരിക്കണം, മറ്റ് പണ്ഡിതന്മാർ ശ്രദ്ധിക്കണമെങ്കിൽ. സംഭവിച്ചു. പക്ഷേ ഇവർ ഡച്ചുകാർ ചെയ്ത വാൻഡീഡിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഹോർത്തൂസിൻ്റെ 3-ാം വോള്യത്തിൻ്റെ മുഖവര വളരെ സുദീർഘമായ ഒരു പ്രസ്താവനയാണ് വാൻഡീഡ് ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിനകത്ത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ലാറ്റിനാക്കി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടെ ഭാഷാ പണ്ഡിതന്മാർ ആദ്യം മലയാളത്തിൽ നിന്ന് പോർച്ചുഗീസിലേക്കും പോർച്ചുഗീസിൽ നിന്ന് ഡച്ച് ഭാഷയിലേക്കും, കാരണം വാൻഡീഡിന് മനസ്സിലാക്കണമെങ്കിൽ ഡച്ച് ഭാഷ വേണം, ഡച്ച് ഭാഷയിൽ നിന്ന് ലാറ്റിനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് കണ്ടാണ്. സയൻസ് എനിക്ക് ഇഷ്ടമുള്ളതാണ് എഴുതാൻ. ഞാൻ എഴുതുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇത് കണ്ടത് ഈ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ, ഞാൻ പറഞ്ഞില്ലേ, EK ജാനകി അമ്മാളെന്ന് പറയുന്ന സസ്യശാസ്ത്രജ്ഞയെ പറ്റി അറിയാൻ വേണ്ടിയാണ് ഞാൻ മലയാള സാറിനെ ആദ്യം കാണുന്നത്.